നമ്മുടെ നാട്ടിൽ ന്യൂസ് ചാനലുകൾ വളരെയധികം പെരുകി വരികയാണ്. ന്യൂസ് ചാനലുകൾ കണ്ട് അവരുടെ ചില ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ആളുകളുണ്ട്. അതായത് എല്ലാ കാര്യവും ആദ്യം അറിയുന്നത് ഞാനാണ്, നാട്ടുകാരെ മുഴുവൻ ഫസ്റ്റ് അറിയിക്കുന്നതും ഞാൻ തന്നെയാണ്. എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ദൃശ്യങ്ങൾ ആദ്യം ഞങ്ങളുടെ ന്യൂസ് ടീമിന് കിട്ടിയിരിക്കുന്നു, ഞങ്ങളാണിത് ലോകത്തെ അറിയിച്ചത് എന്നൊക്കെ പറയാനുള്ള ചില വെപ്രാളങ്ങൾ നമ്മൾ കാണില്ലേ എന്ന് പറയുന്ന പോലെയാണ്. എവിടെന്നെങ്കിലും ഒരു ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. എന്നാൽ ആ ഡീറ്റെയിൽ അറിയണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ വീക്കിൽ ആരാണ് എവിക്റ്റായി പോകുന്നത് എന്നുള്ളത്, ഷൂട്ട് കഴിഞ്ഞു ഇന്ന ആളാണ് എവിക്റ്റായി പോയതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിടുന്ന കുറേ ആളുകളുണ്ട്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ശരിയല്ലാതിരിക്കാം. പക്ഷേ ഈ ഗെയിമിനെ അതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി ലാലേട്ടൻ തന്നെ ഇതിന് മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത്, വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രേക്ഷകർ ഉള്ളിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നടന്നത് എന്താണ് എന്ന് വേറെ ആരും അറിയാതെ, അതിൻ്റെ സ്പോയിലർ എത്താതെ ഈ ഗെയിമിനെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് അങ്ങനെ 1-2 കമൻറ്റുകൾ കണ്ടു, ഇന്ന ആളാണ് എവിക്റ്റായെന്നൊക്കെ പറഞ്ഞ്. നമ്മൾ കഴിയുന്ന ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വരാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ഇന്ന ആളായിരിക്കാമെന്ന്. പക്ഷേ ഇന്ന ആളാണ് പോയത് എന്ന് പറഞ്ഞ് അതൊരു സ്പോയിലർ എലമെൻ്റ് ആണ്. അത് ഈ അനാലിസിസിൻ്റെ കൂടെ പോകേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ട് പ്ലീസ് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ റിമൂവ് ചെയ്യും. ആവർത്തിക്കുകയാണെങ്കിൽ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. ചില ആൾക്കാർ ചിലപ്പോൾ പറയും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇത് ആ പോർട്ടലിൽ വരും ഈ പോർട്ടലിൽ വരും, എനിക്കും അറിയാമെന്നൊക്കെ. നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ അറിഞ്ഞോളൂ. പക്ഷേ അതറിയാതെയുള്ള മുന്നോട്ടുള്ളൊരു പോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കമൻറ്റ് ബോക്സൊക്കെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നതാണ്. അതറിയാതെ നമ്മൾ ഈ പറയുന്ന അനാലിസിസും കാര്യങ്ങളും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. സോ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ആൻഡ് ഇന്നത്തെ ദിവസം ഭിന്നിത്തീയായ ദിവസമാണ്. ലക്ഷ്മി ആളിക്കത്തിയ ദിവസമാണ്. അനുമോൾ അതിൻ്റെ ബാക്കിയും കൂടി അങ്ങോട്ട് കത്തിച്ച് എരിച്ചു തീർത്തൊരു കനലാണ് എന്നൊക്കെ പറയാൻ തോന്നിപ്പോവാണ്. ഈ ആളിക്കത്തിയ തീയിലും കനലിലും ഒക്കെ വെന്തുരുകി ഇല്ലാണ്ടായി പോയത് ബിഗ് ബോസ് ഹൗസിലെ പുരുഷന്മാരായ അക്ബറും ഒനീലും ഷാനവാസുമാണ്. അതിൽ ഏറ്റവും ആദ്യം ഈ തീയിലേക്ക് എടുത്തു ചാടിയതും ആളി കത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചതും അതിൽ ഏറ്റവും കൂടുതൽ കരിഞ്ഞു പോയതും ഷാനവാസാണ് എന്ന് തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണം ഇത്രയും ചീപ്പായിട്ടുള്ള സ്ട്രാറ്റജികൾ ഇറക്കി കളിക്കുന്ന ഒരു പ്ലെയർ, ഇത്രയും മോശമായി കണ്ടസ്റ്റൻസിനോട് പെരുമാറുന്ന ഒരാൾ, ഇത്രയും മോശമായി സ്ത്രീകളെ വിലയിരുത്തുന്ന ഒരാൾ, ഇത്രയും മോശമായി ആളുകളെ അവരുടെ പദവിയെ ബഹുമാനിക്കില്ല, ഞാൻ തന്നെയാണ് ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് പറയുന്ന ബിഗ് ബോസും ലാലേട്ടനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പുല്ല് വില പോലും കൊടുത്തിട്ടില്ല ഒരാൾ എന്നിങ്ങനെ ഒരുപാട് പട്ടങ്ങൾ ചാർത്തി കൊടുത്ത് ഷാനവാസിനെ വിമർശിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞാനൊരു ആൺകുട്ടിയാണ്, എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഇയാൾ എടി എന്താണോ ഇത്, എന്ത് തോൽവിയാണോ താൻ എന്ന് സത്യം പറഞ്ഞാൽ മുഖത്ത് നോക്കി ചോദിക്കാൻ തോന്നുന്നത് പോലെ അത്രയധികം ഇത് കണ്ടിരിക്കുന്ന പുരുഷന്മാരെ വരെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ. ഇനി നിങ്ങൾക്കത് കാണുമ്പോൾ ഷാനവാസ് എന്തോ ധീരകൃത്യം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ത്രീയെ മനസ്സിൽ വിചാരിക്കുക. ആര് വേണമെങ്കിലാവാം. ഒരു പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നൊരു മകളായിരിക്കാം. ഈ പെൺമക്കൾ എന്നൊക്കെ പറയുമ്പോൾ ആണുങ്ങളൊക്കെ പറയാറുണ്ട് രാജകുമാരിമാരെ പോലെ വളർത്തണം എന്നൊക്കെ. അങ്ങനെ നിങ്ങൾ രാജകുമാരിയെ പോലെ വളർത്തുന്ന ഒരു പെണ്ണിനെയാണ് ഷാനവാസ് ഇങ്ങനെ ഡീൽ ചെയ്തത് എന്ന് വിചാരിക്കൂ. എടി ബോഡി എന്ന് വിളിക്കുന്നത് തെറിയല്ലല്ലോ എന്നൊക്കെ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ പോകുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ അപമാനിക്കുന്ന ഒരു വൃത്തികെട്ട പ്രയോഗമായിട്ടാണ് ഷാനവാസ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഗെയിം ഷോ കാണുന്ന സമയത്ത് ഷാനവാസിനെ പോലെ ആകണം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഷാനവാസ് കാണിക്കുന്ന ഒരു ധീരകൃത്യമാണ് എന്ന് ചിന്തിക്കുന്ന എല്ലാ ആൺകുട്ടികളോടും പറയാനുള്ളത്, മക്കളെ ഇങ്ങനെ ആവരുത്, നിങ്ങൾ ആരെങ്കിലും പോലെ ആകരുത് എന്ന് ഇന്ന് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കാണുന്ന സമയത്ത്, ഡേ 61 കാണുന്ന സമയത്ത് ഷാനവാസ് എങ്ങനെ ബിഹേവ് ചെയ്തു ഒരിക്കലും ഒരു കാരണവശാലും ജീവിതത്തിൽ അനുകരിക്കാൻ പാടില്ലാത്തതാണ്. ആൻഡ് പെൺകുട്ടികളോട് പറയാനുള്ളത്, ഇങ്ങനെ ഒരുത്തനെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരാളെ ജീവിതത്തിൻ്റെ ഒരു കോണിലും ഒരു സ്ഥാനത്തും കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കരുത്. അത് സുഹൃത്തായിട്ടായാലും സഹോദരനായിട്ടാണെങ്കിലും ഭർത്താവായിട്ടാണെങ്കിലും കാമുകനായിട്ടാണെങ്കിലും ആരായിട്ടാണെങ്കിലും. വളരെ മോശം ഗെയിമർ എന്നതിൽ നിന്ന് ഒരു പടി കൂടി മുകളിലേക്ക് കടന്ന് വളരെ മോശം വ്യക്തിത്വം എന്നാണ് ഇന്ന് ഷാനവാസിനെ വിളിക്കേണ്ടി വരുന്നത്. അത്രയ്ക്കും മോശമായിട്ടാണ് ഇന്ന് അയാൾ ബിഹേവ് ചെയ്തത്. ബേസിക്കലി നമ്മൾ ഷാനവാസിനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഷാനവാസിൻ്റെ ഒരു ക്യാരക്ടർ പോർട്രയൽ ഇതുവരെ ഈ ഗെയിമിൽ നമ്മൾ അയാളെ കണ്ടിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഒരാളോടും ബേസിക്കലി ഒരു ബഹുമാനമില്ല. ഒരു പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് അയാൾ ആർക്കും കൊടുക്കുന്നില്ല. അയാൾ അനിയത്തി കുട്ടികൾ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ആദിലയും നൂറയും പോലും ഇന്ന് കോൺവെർസേഷൻ ഉണ്ടായ സമയത്ത് അവരെ മുന്നിൽ നിർത്തി ജയിക്കാനുള്ള ചീപ്പ് ശ്രമങ്ങൾ വരെ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് മനസ്സിലാക്കിയിട്ടാണോ അല്ലയോ എന്നറിയില്ല, അവരവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആരെ വെച്ച് വേണമെങ്കിലും തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരാളോട് പോലും ഒരു പേഴ്സണൽ അടുപ്പവും ഇല്ലാതെ ഒരു ബഹുമാനവും ഇല്ലാതെ ആളുകളെ ഡീൽ ചെയ്യുന്നത്, അത് എസ്പെഷ്യലി സ്ത്രീകളാണ് എങ്കിൽ തനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന, തനിക്ക് കീഴിലാണ് എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ അവർ വിശ്വസിക്കണമെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന, അവരുടെ പേര് പോലും ഒരു മിനിമം മര്യാദയിൽ ഉച്ചരിക്കാൻ പറ്റാത്ത, അതൊക്കെയാണ് ആണത്തം എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു വിഡ്ഢിയാണ്
ഷാനവാസ് എന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ജയിൽ ടാസ്ക്കാണ്. അപ്പോൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ഷാനവാസാണ്. ഷാനവാസിനൊപ്പം അനീഷും കൂടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് ഡാൻസ് കളിച്ചുകൊണ്ടാണ് അതിനെ എതിരേൽക്കുന്നത്. ഇതിനു മുമ്പ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ജയിൽ എന്ന് പറയുന്നത് പണിഷ്മെൻറ്റാണ്, നിങ്ങൾ അതിനെ അങ്ങനെ കാണണം, തിരുത്താനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഷാനവാസിന് സന്തോഷമാണ്, കാരണം അനീഷും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ ദിവസം ആരംഭിക്കുന്ന സമയത്തും അനീഷ് കട്ടൻ ചായ ഇടുമ്പോൾ അവിടെ പോയി നിന്ന് ഷോ കാണിക്കാൻ ശ്രമിച്ച് ചീഞ്ഞളിയുന്ന ഷാനവാസിനെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഈ ജയിലിലേക്ക് കടന്നതിന് ശേഷം ബിന്നി അവിടെ ചെല്ലുന്ന സമയത്തും ബിന്നിയോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെ ജസ്റ്റ് ബീയിങ് സാധാ ഷാനവാസ്, അതാണ് നമ്മളവിടെ കാണുന്നത്. ഷാനവാസ് എന്താണോ അത് അയാൾ എക്സ്പ്രസ് ചെയ്യുന്നു. ആ എക്സ്പ്രഷൻ്റെ ഭാഗമായി ടോയ്ലറ്റിലേക്ക് പോകാനോ മറ്റോ ഡോറ് തുറക്കുന്ന സമയത്ത് ജയിലിലെ കോസ്റ്റ്യൂം ഇട്ട് അയാൾ ഈ ബിഗ് ബോസ് ഹൗസിന് അകത്ത് കയറുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറാൻ പാടില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അകത്ത് കയറിയ ശേഷം ഇവിടെ ആരെങ്കിലും ബോറടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എൻ്റെ മീശ തരാം, അങ്ങോട്ട് വന്നാൽ മീശ വിരിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ആക്ച്വലി ബിന്നി തന്നെ പിന്നീട് ഉപയോഗിക്കുന്ന പോലെ പട്ടി ഷോ എന്നല്ല, പട്ടി പോലും ഇമ്മാതിരി ഷോ കാണിക്കില്ല. അത്രയും മോശം ഷോയൊക്കെ കാണിച്ചതിന് ശേഷം ബിന്നിയോട് വളരെ മോശമായി സംസാരിച്ചുകൊണ്ടാണ് ഷാനവാസ് ജയിലിലേക്ക് തിരിച്ചു പോകുന്നത്. ഷാനവാസിൻ്റെ സങ്കല്പങ്ങളിലാണെന്ന് പറയുന്നത് മീശ വിരിക്കുക, ചിലപ്പോൾ ബുള്ളറ്റ് ഓടിക്കുന്നതൊക്കെ അതാണ് ആണത്തം എന്ന് അയാൾ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവും. അതുപോലെ സ്ത്രീകളെ നിലക്കി നിർത്തുക, അവരെ മറ്റേ അടിച്ചമർത്തി തൻ്റെ കാൽ കീഴിൽ നിർത്തുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് സ്ത്രീ സംസാരിച്ചു തുടങ്ങിയാൽ അവരുടെ ഭർത്താക്കന്മാരൊക്കെ പെൺകോന്തന്മാരാണ് എന്ന് പറയുന്നത് പിന്നീട് ബിന്നിയെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് അയാൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും അവർ ജയിലിലേക്ക് പോകുന്നു. ബിന്നി ഈ ആഴ്ചത്തെ ക്യാപ്റ്റനാണ്, ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ ഫീമെയിൽ ക്യാപ്റ്റനാണ്. സ്വാഭാവികമായും അവർക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടണം. അതിപ്പോൾ സ്ത്രീ ക്യാപ്റ്റൻ എന്നുള്ള നിലയിലല്ല. ഈ ബിഗ് ബോസ് ഹൗസിലെ ടീം ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ കാണുന്നത് ടീം ക്യാപ്റ്റൻ തിങ്കളാഴ്ച ദിവസം കുറേ ടീമുകളൊക്കെ തിരിക്കും, അതിനൊക്കെ ഓരോ ക്യാപ്റ്റന്മാരെ വെച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ക്യാപ്റ്റനെ കാണുന്നത് ശനിയാഴ്ച ലാലേട്ടം വരുമ്പോഴായിരിക്കും. ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് പറയുന്നത് കേൾക്കും. ബിന്നി ഒരു ഗംഭീര ക്യാപ്റ്റനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ക്യാപ്റ്റന് കിട്ടേണ്ട റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് പലരും കൊടുക്കാതിരിക്കുന്ന സമയത്തും കിട്ടുന്നത് ആട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് അപ്പാനി ശരത്തൊക്കെ ക്യാപ്റ്റനായ സമയത്ത് എനിക്ക് പറയാനല്ലേ പറ്റൂ ലാലേട്ട, എനിക്കിത് സമ്മതിപ്പിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ക്യാപ്റ്റൻ നെഞ്ചും വിരിച്ചതെന്ന് പറയുകയാണ് എനിക്ക് റെസ്പെക്റ്റ് കിട്ടണം. അപ്പോൾ ഇവരുടെ ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവർക്ക് ഈ ലോക്കപ്പ് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബിന്നി അങ്ങോട്ട് ചെല്ലുന്നത്. ആ സമയത്ത് ബിന്നി അത് ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ആസ് എ ക്യാപ്റ്റൻ അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്നെ കളിയാക്കിയതിന്, എൻ്റെ ക്യാപ്റ്റൻസിയെ നിങ്ങൾ കുറച്ച് കണ്ടതിന് നിങ്ങൾ എന്നോട് സോറി പറയണം. അത് സോറി എന്നൊന്നും അല്ല, തുടക്കത്തിൽ അവർ പറയുന്നത് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അത് വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്, അതിനെ അങ്ങനെ എടുക്കാവുന്നതാണ്. അനീഷ് ആണെങ്കിലും പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നുണ്ട്, അനീഷ് ഒന്നും പറയാതെ പ്ലീസ് എനിക്ക് ഇതാണ് എൻ്റെ ആവശ്യം എന്നുള്ള രീതിയിൽ അനീഷ് ബിഹേവ് ചെയ്ത പോലെ ബിഹേവ് ചെയ്യണമെന്നില്ല. പക്ഷേ ഒരു കാഷ്വൽ കോൺവെർസേഷനെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതായത് ബിന്നി എന്ന് പറയുന്ന പെൺകുട്ടിയെ, അവളുടെ ക്യാപ്റ്റൻസിയെ ഞാൻ അവഹേളിച്ചിട്ടുണ്ടായിരുന്നു, അതെൻ്റെ അവകാശമാണ് ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ. ആ അവകാശത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവൾ സൂപ്പറാണെന്ന് ഞാൻ പറയുകയോ, ഞാനൊരു പെൺകോന്തനല്ലല്ലോ, എനിക്ക് പെണ്ണുങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് തിരിച്ച് ബഹളമായിട്ട് തുടങ്ങുകയാണ്. അയാൾക്ക് സോറി പറയാൻ പറ്റില്ല, നീ പോടി എടി പോടി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. പിന്നെ എടി പോടി എന്നുള്ളതല്ലാതെ ചേർത്ത് ഷാനവാസിൻ്റെ ഒരു വർത്താനവും നമ്മൾ കേൾക്കുന്നില്ല. ബിഗ് ബോസ് നിരന്തരം ബീപ്പിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബിന്നിയുടെ ആവശ്യം ക്യാപ്റ്റൻസിയെ അപമാനിച്ചു, ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന പവറിനെ ബഹുമാനിച്ചേ പറ്റൂ എന്നുള്ളതാണ്. ഇതിനെതിരെ ഷാനവാസ് പ്രതികരിക്കാൻ ഉപയോഗിക്കുന്ന രീതി, അയാളുടെ കയ്യിലിരുന്ന മാവ് ബിന്നിക്ക് നേരെ എറിയായിരുന്നു. പിന്നീട് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും മറ്റ് ടീമംഗങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അയാൾ പറയുന്നത് എൻ്റെ കയ്യിൽ മാവ് മുഴുവൻ മാറ്റിയിട്ടുള്ള സ്പൂൺ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ സംസാരിച്ചപ്പോൾ തെറിച്ച് പോയതാണെന്നാണ്. ആ വിഷ്വൽ കണ്ടിട്ടുള്ള ഏതൊരാൾക്ക് പറയാം അയാളത് മനഃപൂർവ്വം തെറിപ്പിച്ചതാണെന്ന്. അത് തെറിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ബിന്നിക്ക് കൂടുതൽ ദേഷ്യം വരികയുള്ളൂ. മാത്രമല്ല അവരെ അപമാനിക്കുകയാണ്, അവർ പറയുന്ന കാര്യത്തിനെ തീർത്തും അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ഡീൽ ചെയ്യാണ്. അപ്പോഴേക്കും ബിന്നിയുടെ സ്വരം മാറുന്നുണ്ട്. നീ അവിടെ തന്നെ കിടക്കട എന്നാണ് പറയുന്നത്. നീ ഇവിടുന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണം എന്നുള്ളതാണ്. ഷീസ് എ ക്യാപ്റ്റൻ. അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു പവറുണ്ട്. നിങ്ങളിപ്പോൾ ഇതിങ്ങനെ ബിന്നി ചെയ്തത് ശരിയാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷാനവാസിനെ ക്യാപ്റ്റനായി സങ്കല്പിച്ച് നോക്കൂ. ഈ അകത്ത് കിടക്കുന്നത് ഈവൻ ഫീമെയിലും വേണമെന്നില്ല, വേറെ 2 പ്ലെയേഴ്സ് ആണെന്ന് വിചാരിക്കും. അക്ബറാണ് ഷാനവാസിനോട് ഇങ്ങനെ കാണിച്ചതെന്ന് വിചാരിക്കും. അപ്പോൾ ഷാനവാസ് പറയുമ്പോൾ കൊടുറാ, അങ്ങനെ കൊടുക്കണം, അങ്ങനെയൊക്കെ അഹങ്കാരം കാണിക്കുന്നവന്മാരെ ഇങ്ങനെ തന്നെ ഡീൽ ചെയ്യണം എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബിന്നി ചെയ്തതും അത് തന്നെയാണ്. അവരുടെ പവറിനെ ചോദ്യം ചെയ്തു, അവരുടെ ജെൻഡറിനെ അവഹേളിക്കുന്നത് പോലെ ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു. ആൻഡ് ഏറ്റവും ആദ്യം വീട്ടുകാരെ പറഞ്ഞു തുടങ്ങുന്നത് ഷാനവാസാണ്. നീ ഇത് അവനോട് കാണിച്ചാൽ മതി എന്നുള്ളതാണ്. അതായത് ഈ ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ നിൻ്റെ ഭർത്താവിനോട് കാണിച്ചാൽ മതി, എന്നോട് കാണിക്കേണ്ട, ഞാൻ മറ്റേ റിയൽ പുരുഷനാണ്, എനിക്ക് നിന്നെ ഒന്നും സഹിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു കുഞ്ഞു സെൻറ്റൻസിൽ അയാൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ മുതൽ ബിന്നിയും തിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഇമാതിരി ചീപ്പ് ഷോ കാണിച്ചിട്ടാണ് നീ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് എന്ന് പറയുന്നൊരു ഓർമ്മപ്പെടുത്തൽ ബിന്നി കൊടുക്കുമ്പോൾ ഷാനവാസ് വീണ്ടും
ഈഗോ ഹേർട്ടായ പുരുഷനാണേ, പുള്ളിക്ക് അങ്ങ് തിളച്ച് വരികയാണ്. പുള്ളി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങളൊന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ല എന്നുള്ളതുകൊണ്ടും പറയുന്നത് മുഴുവൻ വീട്ടുകാരെ അവഹേളിക്കുക, അവരെ അവഹേളിക്കുക, ഈവൻ ബിന്നിയുടെ ഹസ്ബൻഡിനെ പോലും പെൺകോന്തൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള സംസാരമാണ് ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് എണ്ണിപ്പുറക്കി പറയുന്നില്ല. പക്ഷേ ബിന്നിയുടെ പെർഫോമൻസ്, ആത്മാഭിമാനമുള്ള സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഏതൊരു പെൺകുട്ടിയും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എണീറ്റ് നിന്ന് കൈയടിക്കുന്ന പെർഫോമൻസ് തന്നെയായിരുന്നു. പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ അടിച്ചമർത്തുന്നത് പോലെ അങ്ങ് ഉണ്ടാക്കി കളയാന്ന് പറഞ്ഞ് ഉള്ള നിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതെല്ലാം അവരുടെ അടുത്ത് എടുക്കണ്ട എന്ന് ബിന്നി പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ദേഷ്യത്തിൽ ഷാനവാസ് അവളുടെ വീട്ടുകാരെ പറഞ്ഞതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു എന്ന്. പക്ഷെ അങ്ങനെയല്ല. തുടക്കം മുതൽ തന്നെ ഷാനവാസിൻ്റെ ആറ്റിറ്റ്യൂഡിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഈ ഒരു മനോഭാവം അവിടെയുള്ള പെൺകുട്ടികളൊക്കെ തന്നെയും ഫേസ് ചെയ്തിട്ടുണ്ട്. അത് പല തരത്തിൽ പലരും എക്സ്പ്രസ് ചെയ്യാതെ ഹോൾഡ് ചെയ്തൊക്കെ ഇരുന്നതായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ അവഹേളനം അതിൻ്റെ ഒരു പവറും കൂടി കയ്യിലിരുന്നിട്ട് പോലും നമ്മളെ ബഹുമാനിക്കാൻ ഇയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴെങ്കിലും തിരിച്ച് പറയണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ആത്മാഭിമാനം ഉണ്ടെന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ ഒരു കാര്യത്തിൽ അവിടെ റിയാക്ട് ചെയ്യുന്നതായിട്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് ബിന്നിയുണ്ട്, ലക്ഷ്മിയുണ്ട്, അനുമോളുണ്ട്, ജിസേൽ. പക്ഷേ ജിസേൽ ഈ കഥ അറിയാതെ ആട്ടം കാണുമെന്ന് പറയുന്നത് പോലെ വെറുതെ നിൽക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആദിലയും നൂറയും അവർ മാറിയിരുന്ന് പറയുന്നുണ്ട് അങ്ങേര് ഭയങ്കര മെയിൽ ഷോവനിസ്റ്റാണ്, ഈ കാണിച്ചത് ശരിയായില്ല എന്ന്. പക്ഷേ അത് അയാളുടെ മുമ്പിൽ നിന്ന് പറയണ്ടേ? രാത്രി ഷാനവാസ് സ്വയം ന്യായീകരിച്ച് ലക്ഷ്മിയെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് വീണ്ടും നമ്മൾ കാണുമ്പോഴും ആദിലയും നൂറയും അവിടെ ഷാനവാസിനോട് തിരിച്ചൊന്നും പറയുന്നില്ല. ഇത്രയും കാലം ഷാനവാസ് കാണിച്ചിട്ടുള്ള എല്ലാ ഷോയും കണ്ടു നിന്നിട്ടുള്ള ഇവർക്ക് അതിൻ്റെ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ പിന്നെ തെറ്റ് വ്യക്തമായി മുഖത്ത് നോക്കി ചൂണ്ടിക്കാണിച്ചേ പറ്റുള്ളൂ. അതാണ് ബിന്നിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ചീപ്പ് ഷോ കാണിക്കുന്ന നിന്നെ ഒന്നും ഞാനൊരു മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ല, പിന്നല്ലേ പുരുഷനായിട്ട്. നീ പോടാ, നീ അതിനകത്ത് തന്നെ കിടക്കും എന്ന് ബിന്നി പറയുമ്പോൾ അത് ഇന്നത്തെ ദേഷ്യമല്ല, അത് കുറേ നാളുകളായി ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു കൂട്ടം പെൺകുട്ടികളോട് ഒരു പുരുഷൻ അയാളുടെ അധികാരഭാവം മുഴുവൻ ഉപയോഗിച്ചതിൻ്റെ പ്രതിഷേധമാണ്. ഇതിനിടയിൽ ഷാനവാസ് മറ്റേ കാർഡ് പുറത്തെടുക്കുകയാണ്, ബിഗ് ബോസ് ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണം. ഷാനവാസിന് ബാത്റൂമിൽ പോയിട്ട് ഒരു കാര്യവും സാധിക്കാനില്ല എന്നുള്ളത് ബാത്റൂമിന് വേണ്ടിയിട്ട് ആ ഡോറ് തുറക്കുന്നതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട്. ബിന്നിയുടെ അടുത്ത് നിന്ന് ഒരുപാട് ആക്ഷൻ കാണിക്കുക, ബിന്നിയെ കളിയാക്കാൻ ശ്രമിക്കുക, വീണ്ടും അവരെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. അയാൾ ബാത്റൂമിലേക്ക് പോകുന്നില്ല. അപ്പോഴും ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്നത് അനീഷാണ്. ഇതിനിടയിൽ അനീഷിൻ്റെ ഒരു എക്സ്പ്രഷൻ, അനീഷ് ബിന്നിക്ക് വേണ്ടിയും വാദിക്കുന്നില്ല, ബിന്നിക്കെതിരെയും വാദിക്കുന്നില്ല. അനീഷ് ഒരു നീഡുണ്ടെന്ന് പറഞ്ഞു. ആ നീഡിന് പറ്റാത്തതിൻ്റെ പേരിലുള്ള അയാളുടെ അസ്വസ്ഥതകൾ അയാൾ പ്രകടിപ്പിക്കുന്നു. ആൻഡ് ഇവരുടെ ഒരു വാഗ്വാദം നീണ്ടു പോകുന്തോറും ഇയാൾക്ക് ഈ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഷീറ്റൊക്കെ വെച്ച് മറച്ച് നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിലാണ് അനീഷ് അതിനെ ഡീൽ ചെയ്യുന്നത്. ഷാനവാസിന് ടോയ്ലറ്റിൽ പോകാൻ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഡോറ് തുറന്നതിന് ശേഷം അയാളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് വ്യക്തമാവുന്നത്. അത് അയാൾക്കറിയായിരുന്നു ഈ പ്രാഥമിക ആവശ്യം എന്തായാലും ബിഗ് ബോസിന് നല്ല ആർക്കും അത് തടഞ്ഞുകൊണ്ടുള്ളൊരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോലും നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായും തുറന്നേ പറ്റൂ. ആ കാർഡാണ് ഷാനവാസ് അവിടെ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ അവിടെ വരുന്ന ബിന്നിയോട് മോശമായി സംസാരിക്കാൻ അയാൾ ഒട്ടും അമാന്തിക്കുന്നില്ല. ബിന്നി വളരെ സ്ട്രോങ് ആയിരുന്നു. മോശമായി എന്നോട് സംസാരിച്ചതിന് സോറി പറയാതെ ഞാൻ തുറക്കില്ല. ഷാനവാസ് ബീയിങ് ക്ലാസിക് ഷാനവാസ്, നിന്നോട് എന്തിനാടി ഞാൻ സോറി പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ക്യാപ്റ്റൻ ഒരു വിലയില്ല എന്ന നിൻ്റെ ഒരു ഇതുണ്ടല്ലോ, പെണ്ണ് ക്യാപ്റ്റനായാൽ നിനക്ക് എന്താ പ്രശ്നം, പെണ്ണ് ഭരിച്ചാൽ നിനക്ക് എന്താ പ്രശ്നം, നീ നിൻ്റെ വീട്ടിലുള്ളവരെ അടക്കി ഭരിച്ചാൽ മതി, അത് ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് പറയുമ്പോൾ ഇത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരാളുടെ പ്രതിഷേധമല്ല. എത്രയോ കാലങ്ങളായി പലയിടത്തു നിന്ന് കേട്ട് വന്നിട്ടുള്ള ഇത്രയും കാലം കൊണ്ട്, അത് ഷാനവാസ് മാത്രമല്ല, ഇത്രയും കാലത്തിനിടയിൽ ഒരു പെണ്ണായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തനിക്ക് അധികാരമുള്ള സമയത്ത് പോലും അംഗീകാരം കിട്ടാതെ വരുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സംസാരമുണ്ടല്ലോ, പെണ്ണായാൽ നിനക്ക് എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. അത് എത്രയോ ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യാമെന്നറിയോ? അതേ പറഞ്ഞത് ഇത് മറ്റേ ആത്മാഭിമാനമുള്ള സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഏതൊരു പെൺകുട്ടി കേട്ട് കഴിഞ്ഞാലും ബിന്നിക്ക് 100 കയ്യടിയാണ്. ഇതിനിടയിൽ ലക്ഷ്മി അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. നൂറയും ആദിലയും അവിടെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ നൂറയും ആദിലയും ഷാനവാസിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ഷാനവാസ് ഈ നൂറയും ആദിലയും ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമുണ്ട്. ലക്ഷ്മിയാണല്ലോ വന്നത്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മിയോട് പറയുന്നത്, നിൻ്റെ അമ്മ വന്നിട്ട് ഈ കുട്ടികളെന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. കാര്യം ഈ കുട്ടികൾ, അയ്യോ എൻ്റെ കുട്ടികളെ എന്നൊക്കെ പറയുന്ന സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുട്ടികളെ നിങ്ങളുടെ വരാന്തയെ കയറ്റുമെന്നല്ലേ പറഞ്ഞത്, അത് അത്രയും മോശമല്ലേ, നീ സംസ്കാരത്തെക്കുറിച്ച് എന്തിനാണ് എന്നോട് പറയുന്നത് എന്നുള്ള രീതിയിൽ ലക്ഷ്മിയെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അവിടെ സ്വാഭാവിക
സ്വാഭാവികമായും ഷാനവാസ് പ്രതീക്ഷിക്കുന്ന ഒരു ആദില നൂറ സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് അയാൾക്ക് അവിടെ കിട്ടിയിട്ടില്ല. അവരവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും രാത്രിയിലെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആദില നൂറയും എതിർപ്പുണ്ടെങ്കിലും നമ്മുടെ ഇക്കാക്കയാണല്ലോ എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെന്നുള്ളതാണ്. അവരും പ്രതിഷേധിക്കേണ്ടതായിരുന്നു. പക്ഷേ ലക്ഷ്മി അതിശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടും ലക്ഷ്മിയുടെ വാദം ഇതാണ്, എഡി ബോഡി എന്ന് വിളിക്കരുത്. ഈ കോൺവെർസേഷനിൽ വളരെ മോശമായിട്ടുള്ള പ്രയോഗങ്ങൾ, അവരുടെ ഭർത്താവിനെ പോലും ഇതിലേക്ക് വലിച്ചഴക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള പ്രസ്താവനകൾ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ജയിലിനകത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നീ ഇതുപോലെയൊക്കെ നിൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി എന്ന് പറയുന്ന ആ പ്രയോഗം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷാനവാസാണ്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി കാണിച്ചാൽ മതി എന്ന് പറയുന്നത്. പക്ഷേ ഷാനവാസ് സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കുന്ന ആ രീതിയെ ഈ പെൺകുട്ടികളൊക്കെ നീ നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുന്നത്, അത് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ ഒരു വികാര പ്രകടനമാണ്. ഐ മീൻ മിസ്റ്റർ ഷാനവാസ്, നിന്നെപ്പോലെ ഒരുത്തനെ എൻ്റെ ജീവിതത്തിൽ ഒരു റോളിലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെപ്പോലെ ഒരാളെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല. എൻ്റെ മക്കളെ പോലും നിന്നെപ്പോലെ വളർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന അവരുടെ വീട്ടുകാരെ എടുത്തിട്ടതുകൊണ്ട് അയാൾ അർഹിക്കുന്ന മറുപടി അവർക്ക് പറയാവുന്ന ഒരു മാന്യതയുടെ ലെവലിൽ നിന്നുകൊണ്ട് അവർ പറയുന്നതാണ്. അതിൽ ഈ പറയുന്ന വികാരം വല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും. നിൻ്റെ ഹുങ്ക് നീ നിൻ്റെ കെട്ടിയവനോട് കാണിച്ചാൽ മതി എന്ന് ഷാനവാസ് പറയുമ്പോൾ നിൻ്റെ ഹുങ്ക് സഹിക്കുന്ന ഒരുത്തനായിരിക്കും അവൻ അത്രയും കഴിവ് കുറവായിരിക്കും. പക്ഷേ എനിക്ക് നല്ല കഴിവ് കൂടുതലാണ്, ഞാനൊരു ഭയങ്കരനായ ആണാണ്, അതുകൊണ്ട് നിൻ്റെ ഹുങ്ക് എൻ്റെ അടുത്ത് ഇറക്കരുതെന്നാണ്. അതിന് ബിന്നി കൊടുക്കുന്ന മറുപടി എൻ്റെ ഹുങ്ക് ഞാൻ ഇവിടെ തന്നെ കാണിക്കുമെന്നാണ്. ഇതിനിടയിലാണ് ബിന്നിയുടെ ഹസ്ബൻഡിനെ ഈ ഫാമിലി മെമ്പേഴ്സിനെ പേരെടുത്ത് പറഞ്ഞ് ഇതിലേക്ക് ആളുകൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിന്നിയുടെ ഹസ്ബൻഡ് അവിടുന്ന് പോയിട്ട് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അപ്പോഴാണ് അയാളെ പെൺകോന്തൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഷാനവാസ് സംസാരിക്കുന്നത്. ലക്ഷ്മിയുടെ അമ്മ വന്ന സമയത്ത് അവരോട് നന്നായി നിന്നിരുന്ന ഷാനവാസാണ് ആ അമ്മയെ കൂടി ഇതിലേക്ക് വലിച്ചഴച്ചിട്ട് നിൻ്റെ വീട്ടിലെ സംസ്കാരം ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഷാനവാസ് പറയുന്നത്. ഇവിടെ ഷാനവാസ് ആരെയും എതിർക്കും, ആരോടും ബഹളം വയ്ക്കും, എന്ത് വേണമെങ്കിലും പറയും എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. രാത്രി ഈ കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അനുമോൾ അവിടെയുണ്ട്. ഈ അക്ബർ ഷാനവാസിൻ്റെ സൈഡ് ചേർന്ന് കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുമോൾ അക്ബറിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, നീ അവിടെ ഉണ്ടായിരുന്നു, നീ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ നീ എന്തിനാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു സപ്പോർട്ടാണ് അക്ബർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സപ്പോർട്ടിനെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനു മുമ്പ് ഈ ആദിലയും നൂറയും അനുമോളായിട്ട് കണക്റ്റഡാണ്. സ്വാഭാവികമായും ആ കണക്ഷനിൽ ഷാനവാസും ഒരു പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഷാനവാസിനെ എപ്പോൾ എതിർത്ത് തുടങ്ങുന്നോ അപ്പം മുതൽ നീ പോടി, നീ ആരാടി എന്നുള്ള ചോദ്യങ്ങൾ അവിടെയും ആവർത്തിക്കുകയാണ്. ഷാനവാസിനെ ഒരാൾ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല. ആ ചോദ്യം ചെയ്യുന്നത് ഒരു പെണ്ണാണെങ്കിൽ ഏതറ്റം വരെയും പോയി അപമാനിക്കാൻ അയാൾ തയ്യാറാവും എന്നുള്ളതാണ് അയാൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഷാനവാസ് പറയുന്ന പല വാചകങ്ങളും മ്യൂട്ടായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴൊക്കെ നമ്മൾ ലക്ഷ്മിയെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എന്നെ ഇടി ബോഡി എന്ന് വിളിക്കരുത് എന്നാണ് ലക്ഷ്മി പറയുന്നത്. അതിനിടയിൽ ലക്ഷ്മി ഒരിക്കൽ പോലും ഷാനവാസിനെ എടാ ബോഡാന്ന് വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല. അതാണ് അവനവൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ, അതായത് പറയാനുള്ളത് അവർ പറഞ്ഞു, അവർ പ്രൊവോക്ഡ് ആവുന്നുണ്ടാവും. പക്ഷെ അപ്പോൾ പോലും തൻ്റെ മാന്യത കൈമോശം വരുത്തുന്നില്ല. ഷാനവാസിന് ഈ പറഞ്ഞ സാധനം ഇല്ല. പക്ഷേ ഷാനവാസിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ മാന്യത കൈമോശം വരുത്തുന്നില്ല എന്നുള്ള കാര്യം ലക്ഷ്മി ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ഷാനവാസിൻ്റെ കുറേ വെറുപ്പിക്കൽ ഷോ നമ്മൾ കാണുന്നുണ്ട്. ആ ഷോയിലും ലക്ഷ്മി ഷാനവാസിനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് വീണ്ടും സ്ക്രീൻ ടൈം കൊടുത്ത് അയാളോട് ബഹളം വെച്ച് ഒരാവശ്യമില്ല. കാരണം അക്ബർ തന്നെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത് ഇയാൾ മാറാൻ പോകുന്നില്ല എന്ന്. ഈ മാറാൻ പോകുന്നില്ലാത്തവനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷേ തൻ്റെ സ്റ്റാൻഡ് അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷാനവാസ്ക ഇതിൻ്റെ ഇടയിൽ മറ്റേ പുരുഷത്വം കാണിച്ച് ബഹളം വെക്കുന്നതും സ്ത്രീകളെ എടി ബോഡിന്ന് വിളിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഷാനവാസ്കയുടെ അടുത്ത് ലക്ഷ്മിയാണല്ലോ എടി ബോഡിന്ന് വിളിക്കരുതെന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് അത്രയ്ക്ക് അഹങ്കാരോ എന്ന് പറഞ്ഞ് ഈ സൈഡിൽ കൂടി പോയി മെയിലീഗോ ഹേർട്ടായിട്ടുള്ള 2 ആൾക്കാരെ നമ്മൾ കാണുന്നത് ഒനീലിനെയും അക്ബറിനെയാണ്. അടുക്കളയിൽ ജിസേലിന് ഒരാളെ കൂടി ഹെൽപ്പിന് വേണം. ഒനീലോ അക്ബറോ അനുമോളോ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഓൾറെഡി ഹീറ്റായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവർ ഇറങ്ങി വരുന്നത് ഈ പറയുന്ന വർക്ക് ഏരിയയിലേക്കാണ്. ഇത് ഓപ്പൺ സ്പേസ് കൂടിയാണ്. അപ്പോൾ അവിടെ ആൾക്കാർ എന്തെങ്കിലും പറയുന്നത് കേൾക്കണമെങ്കിൽ കുറച്ചും കൂടി ഒച്ചത്തിൽ പറയണം. ലക്ഷ്മി ഇറങ്ങി വന്നപ്പോഴേ ഇവരുടെ 3 പേരുടെയും പേര് ഉറക്കെ വിളിച്ചിട്ട് ജിസേൽ അവിടെ ഒരാളെ ചോദിക്കുന്നുണ്ട് ഹെൽപ്പിന് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ മെയിലീഗോ ഭയങ്കരമായിട്ട് അങ്ങ് പൊള്ളിപ്പോയി അക്ബറിൻ്റെയും ഉനീലിൻ്റെയും. നീ അങ്ങനെ പറയണ്ടേട്ടാ, നീ പോടി, നീ വാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഉനീൽ വീണ്ടും നമ്പർ ഇറക്കുന്നു. അതിൻ്റെ ഏറ്റുപിടിച്ചുകൊണ്ട് അക്ബറിനെയും നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ഇത്രയും ഫ്രജൈലായിട്ടുള്ള ഈഗോയും കൊണ്ടാണോ ജീവിക്കുന്നത് എൻ്റെ മനുഷ്യന്മാരെ എന്ന് ചോദിക്കാൻ തോന്നിപ്പോവാണ്. ഇത്രയും അവർ വന്ന് നിങ്ങളവിടെ ജോലിക്ക് പോകണം, നിങ്ങളുടെ ജോലിയുടെ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചു. ജിസേൽ ഇവിടെ വന്ന് വിളിക്കേണ്ട ഒരു കാര്യം അവരെ ഒരു ഹെൽപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ പോരെ. അത് ലക്ഷ്മി മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ആ ജോലിയുടെ കാര്യമല്ലാതെ അവരുടെ ജോലിയെ കുറ്റപ്പെടുത്തിയും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ അവിടെ അന്വേഷിക്കുന്നുണ്ട്, അത് കുറച്ച് ഉറക്കെ പറഞ്ഞു. അതിനിപ്പോൾ എന്താ? ഒരു പെണ്ണ് ഒച്ച പൊക്കുന്നത് പോലും സഹിക്കാൻ പറ്റാതെ അത്രയും ഫ്രജൈലാവുന്ന ഒരു മെയിൽ ഈഗോയുമായിട്ടാണ് ഈ മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. ഈ 2 സ്ത്രീകളെയും ബിന്നിയെയും ലക്ഷ്മിയെയും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ 2
രീതിയിൽ വളരെ ഗംഭീരമായിട്ട് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു. ഷാനവാസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കുറേ തവണ ഉപയോഗിച്ച വാക്കാണ്. ഫ്രജൈലായിട്ടുള്ള മെയിൽ ഈഗോയുടെ പരകോടിയായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. ഈ സ്ത്രീകളെ എടി പൊടി എന്നൊക്കെ വിളിക്കുമ്പോൾ അവർ ഹേർട്ടാവും, അവരെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു അവകാശം എനിക്കുണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. താൻ ഞങ്ങൾക്ക് റെസ്പെക്റ്റ് തന്നിട്ടില്ലെങ്കിൽ തനിക്ക് ഞങ്ങൾ റെസ്പെക്റ്റ് തരില്ലടോ, എടോ പോടോ ഷാനവാസെ എന്ന് വിളിച്ചുകൊണ്ടാണ് ബിന്നി ഷാനവാസിനെ പ്രതിരോധിക്കുന്നത്. ഷാനവാസ് ഏത് ലെവൽ വരെയും തറയാവും എന്നുള്ള കാര്യം രണ്ടുപേർക്കും അറിയാം. പക്ഷേ എനിക്ക് റെസ്പെക്റ്റ് തന്നില്ലെങ്കിൽ റെസ്പെക്റ്റ് തനിക്കും തിരിച്ച് തരില്ല എന്ന് മാത്രമല്ല, അങ്ങനെ തിരിച്ച് റെസ്പെക്റ്റ് കിട്ടാതാവുമ്പോഴുള്ള ബുദ്ധിമുട്ട് താനും കുറച്ച് അനുഭവിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ബിന്നി അതിനെ ഡീൽ ചെയ്യുന്നത്. എന്നാൽ ബിന്നി അതിൻ്റെ പേരിൽ മറ്റേ ടയേർഡായി തളർന്ന് കരഞ്ഞ് നിലവിളിക്കുന്നതോ അല്ലെങ്കിൽ ഈ സംസാരത്തിനിടയിൽ ഓടിപ്പോകുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഇതിൽ ഏറ്റവും രസമുള്ളൊരു ഡയലോഗ്, വണ്ടി വിട്ടു പോടി എന്ന് ലക്ഷ്മിയോട് പറയുമ്പോൾ ലക്ഷ്മി തിരിച്ച് ഷാനവാസിനോട് പറയുന്നത് താനാടോ ലോക്കായി കിടക്കുന്നത് എന്നുള്ളതാണ്. ബിന്നി ഷാനവാസ് ഉപയോഗിച്ച ഭാഷയിൽ അത്രയും തറയായിട്ടില്ല, പക്ഷേ ഷാനവാസ് ഉപയോഗിച്ച അതേ സ്ട്രാറ്റജിയിൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മി തിരിച്ച് എടാ പോടാ എന്നുള്ള വിളികളൊന്നുമില്ല. പക്ഷേ എന്നെ എടി പൊടിയെന്ന് വിളിക്കരുത് എന്നുള്ള സ്റ്റാൻഡ് ക്ലിയർ ചെയ്തുകൊണ്ട് തൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്നാൽ പുച്ഛിക്കേണ്ട അവഗണിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി അവഗണിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മി തൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സ്ത്രീകളും അവരവർക്ക് പറയാനുള്ളത് അവതരിപ്പിക്കാനുള്ളത് കൃത്യമായി അവതരിപ്പിക്കുന്നതും അവിടെ സ്ട്രോങ് ആയി നിൽക്കുന്നതും കണ്ടു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഒരു ഹൈലൈറ്റ്. ഈ പറഞ്ഞ ഇടങ്ങളിലെല്ലാം ന്യായീകരിക്കാനും അളിയാനും ഒക്കെ ഷാനവാസ് ഉണ്ട്. അത് കേട്ട് അതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന അക്ബറിനെയും ഒനീലിനെയും നമ്മൾ കാണുന്നുണ്ട്. ഒനീൽ ആസ് യൂഷ്വൽ രണ്ട് സ്റ്റാൻഡാണ് അയാൾക്കുള്ളത്. പുറമെ നമ്മൾ കാണുന്ന പുരോഗമന മുഖംമൂടിയൊക്കെ വെച്ചുകൊണ്ട് അവൻ മാപ്പ് പറയേണ്ടതാണ് എന്ന് ബിന്നിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോഴേക്കും എടി ബോഡി എന്നൊക്കെ വിളിച്ച് ലക്ഷ്മിയുടെ മെക്കിട്ട് കയറാനുള്ള ഒരു അവസരമായി ഒനിൽ അത് കാണുന്നു. അതുപോലെ തന്നെ അക്ബറും ബിന്നിയോട് പറയുന്നുണ്ട്, മാവ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാതെ നീ അത് തുറക്കേണ്ട കാര്യമില്ല. പക്ഷേ അതേ അക്ബർ തന്നെ ഷാനവാസിൻ്റെ മാത്രം സൈഡ് കേട്ടുകൊണ്ട് പിന്നീട് ഷാനവാസിൻ്റെ ആളായി അവിടെ നിന്ന് ഈ കാര്യത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അനുമോളും ആര്യനും ഈ ജയിലിൻ്റെ പുറത്ത് പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അനുമോളും ആര്യനും അവിടെ തട്ടി കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദിലെ നൂറെ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജിസേൽ ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു, അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് കണ്ടു എന്നുള്ളതാണ്. പക്ഷേ രാത്രി ആവുമ്പോൾ ജിസേലിൻ്റെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാവുന്നത് ഷാനവാസിനെ അനുകൂലിച്ചുകൊണ്ട് ഷാനവാസിൻ്റെ സൈഡ് നിൽക്കാനാണ് ജിസേൽ ശ്രമിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ ലക്ഷ്മിയെ അടിക്കാനൊരു അവസരം കിട്ടി, ലക്ഷ്മിയെ അടിക്കാനുള്ളൊരു വടിയായി ഈ അവസരം കാണുക, ലക്ഷ്മിയോടുള്ളൊരു ഗ്രഡ്ജ് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ജിസേൽ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വളരെ മോശമായിപ്പോയി. നമുക്ക് ഗെയിമുണ്ട്, ഇതിൽ ഗെയിമുണ്ട്, ഗെയിം നടക്കുന്നുണ്ട്. അതുപോലെ പ്രേക്ഷകർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ആളുകളുടെ ആറ്റിറ്റ്യൂഡ് പ്രേക്ഷകരുടെ മുമ്പിൽ തുറന്ന് കാണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഒരു ജെൻഡറിനെ അവഹേളിക്കുന്ന ഒരു പുരുഷനാണ്, അത് തനിക്ക് വേണ്ടി ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പുരുഷനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രതിഷേധിക്കേണ്ടിടത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതിഷേധിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജിസേൽ സ്വീകരിക്കുന്നത് എനിക്കൊരു ചാൻസ് കിട്ടി, ഞാൻ അവൾക്കിപ്പോൾ പണി കൊടുക്കും എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ്. ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിലും ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ജിസേൽ അവിടെ ഒരു പ്രപഞ്ച് പരാജയമായിപ്പോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആദിലയും നൂറയുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൻ്റെ ഇടയിൽ അനക്ക് ഉളുപ്പില്ലെങ്ങായി എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ ഒരു സ്കിറ്റിൽ നിർത്താട്ടോ എന്ന് ചോദിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. കാരണം ഈ ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്ട് മുഴുവൻ കണ്ടതിന് ശേഷം ആദിലയും നൂറയും മാത്രമുള്ളൊരു സ്പേസിലിരുന്നിട്ട് ആദില ചോദിക്കുന്നത് പറയുന്നത് മേക്കപ്പ് റൂമിൽ നിൽക്കുന്ന സമയത്തും ഇതുപോലെ ലക്ഷ്മിയെ എടീന്ന് വിളിച്ചു, അപ്പോൾ എടീന്ന് വിളിക്കരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷവും എടി ബോഡിന്ന് വിളിക്കുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാത്ത കാര്യമാണ്. അപ്പം നൂറ പറയുന്നുണ്ട് അയാളൊരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നുള്ളത്, നിനക്ക് സംശയമൊന്നുമില്ലല്ലോ എന്ന് ആദില ചോദിച്ച് ഉറപ്പ് വരുത്തുന്നുണ്ട്. പക്ഷേ ഇവരുടെ പ്രശ്നം ഇത് ഇവർ മാത്രം ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്. എൻഡ് ഓഫ് ദ ഡേ ഇവർ നേരെ ഷാനവാസ് പറയുന്നത് കേൾക്കുമ്പോൾ ഷാനവാസിൻ്റെ അനിയത്തി കുട്ടികളായിട്ട് മാറും. ഇവരിതൊരു പബ്ലിക് സ്പേസിൽ ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണ് എന്ന് തുറന്ന് പറയുന്നത് വരെ ഈ വിഷയത്തിൽ ഇവരുടെ പ്രതികരണങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. തെറ്റാരുടെ വായിന്ന് വന്നാലും അപ്പം കൊടുത്തണം, ഒട്ടും സോഫ്റ്റ് ആവേണ്ട കാര്യമില്ല എന്നൊക്കെ നൂറയോട് പറയുന്ന ആദിലെയും നമ്മൾ കാണുന്നുണ്ട്. അത് അനുമോളെ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവരെ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? കാര്യം കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കാണിക്കുന്ന തെറ്റൊക്കെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലല്ല അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാനവാസിൻ്റെ കയ്യിലേക്ക് കീ കൊടുക്കുന്ന പാവകളായി മാറിപ്പോയില്ലേ ആദിലയും നൂറയും എന്നുള്ളത് നമുക്കിവിടെ ശരിക്കും ചോദിക്കാൻ തോന്നിപ്പോവാണ്. ഞാൻ പറയുന്നത് നെവിനെയൊക്കെ പുറത്താക്കിയിരുന്ന ആ ആദിലയും നൂറയുമായിരുന്നു ഇന്നുണ്ടായിരുന്നതെങ്കിൽ ആ നൂറയുടെ പെർഫോമൻസിൻ്റെ ഒരു 10% ഇന്ന് ലക്ഷ്മിക്കും ബിന്നിക്കൊപ്പവും ഉണ്ടായിരുന്നെങ്കിൽ ഷാനവാസ് ഓൾറെഡി തീർന്നു. ഷാനവാസ് വിചാരിക്കുന്ന ഷാനവാസ് എന്തോ വലിയ വിജയം കൈവരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അയാൾ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ, സ്ത്രീ പ്രേക്ഷകരുടെ മുമ്പിൽ കുഞ്ഞായി കൊച്ചായി ഇല്ലാണ്ടായി പോയൊരു ദിവസമാണ്. സ്ത്രീ പ്രേക്ഷകരെന്ന് പറയുമ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് തുല്യമായ റെസ്പെക്റ്റ് അർഹിക്കുന്നവരാണെന്നും പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് ആളുകൾ സംസാരിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന മനസ്സിലാക്കുന്ന സ്ത്രീ പ്രേക്ഷകരെന്നാണ് ഉദ്ദേശിച്ചത്. ഇന്ന് അവിടെ ആദിലയും നൂറയും
ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായി അവരുടെ ആശയങ്ങൾ തുറന്നു പറയുന്നത് കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കൊതി തോന്നിപ്പോയി. പക്ഷേ അവർ ഈ ഒരു വലയത്തിൽ നിന്ന് പുറത്തേക്ക് വരാതെ ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആദിലെ നൂറയൊക്കെ ഇപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനിമോളുടെ അടക്കം കുറ്റങ്ങളൊക്കെ തുറന്നു പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് കുറ്റപ്പെടുത്തുന്നത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മോശമായ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ലാലേട്ടൻ പോയി കഴിഞ്ഞാൽ വീണ്ടും അനിമോൾ ചെയ്യുന്നതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, ഷാനവാസ് പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആര്യൻ ജിസേൽ കോമ്പിനേഷനിലെ പുതപ്പ് സീൻ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്താണെങ്കിലും ഏറ്റവും ലാസ്റ്റ് ലാലേട്ടൻ വന്നു പോയതിന് ശേഷം ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും ബെഡിലുള്ള എക്സ്ട്രാ പുതപ്പെടുത്ത് മാറ്റാനുള്ള അനിമോളുടെ ശ്രമത്തിനൊക്കെ ഇവർ കൂട്ടു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം കൃത്യമായൊരു സ്റ്റാൻഡ് അത് പബ്ലിക്കായി പറയാതെ നമുക്ക് ഇവരെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഇവർക്കൊരു ചേഞ്ച് ഉണ്ടായെന്ന് ചിന്തിക്കാനോ പറ്റില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അനിമോളെയും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രശ്നം എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അനിമോൾ അവിടെ ഇരുന്ന്, അതായത് ഈ പ്രശ്നങ്ങൾ ആദ്യം ജയിലിന് പുറത്ത് നടക്കുമ്പോൾ അനിമോൾ ആ സമയത്ത് അവിടെ ഇരുന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് ഷാനവാസിനോടുള്ള എതിർപ്പായി അവരവിടെ വെച്ച് തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ബിന്നിയോടും പറയുന്നുണ്ട്, നൂബിനെ പെൺകോന്തെന്ന് വിളിക്കാനായിട്ട് എന്ത് അവകാശമാണുള്ളത്, നീ ഇത് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന്. ബിന്നി പറയുന്നത് ഞാൻ പറയാനുള്ളത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം രാത്രി ഷാനവാസ് ഇരുന്ന് സ്വയം ന്യായീകരിക്കുമ്പോൾ അക്ബർ ഇതിനൊരു സപ്പോർട്ടായിരിക്കുന്ന സമയത്തും അവിടെ ചോദ്യം ചെയ്യാൻ പോകുന്ന അനിമോളെ നമ്മൾ കാണുന്നുണ്ട്. അനിമോൾ ചോദ്യം ചെയ്യുന്നത് തനിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഷാനവാസിൻ്റെ വീണ്ടും ആ പുരുഷ ഊർജ്ജം മിച്ചമുള്ളത് ഉണർന്നു വരികയും നീ ആരാടി പോടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം പാട്ട്, സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്ന ആ പാട്ട് അദ്ദേഹം വീണ്ടും പാടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നീ നിൻ്റെ ഭാര്യയെ പോയി വിളിക്കട എന്ന് പറഞ്ഞിട്ടാണ് അനിമോൾ അവിടുന്ന് പോകുന്നത്. അപ്പോഴാണ് ജിസേലിൻ്റെ ആ $1 മില്യൺ ചോദ്യം വരുന്നത്, എന്തിനാ വൈഫിൻ്റെ പേരൊക്കെ ഇതിലേക്ക് എടുത്തിടുന്നത് എന്നുള്ളത്. അപ്പോൾ ജിസേൽ ഈ രാവിലെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചോ ഇതെന്താ സംഭവം എന്നുള്ളത്. ജിസേൽ നേരെ അങ്ങോട്ട് സപ്പോർട്ട് പ്രകടിപ്പിക്കാൻ പോവാണ്. കാരണം ആ ഡിസ്കഷൻ നടക്കുമ്പോൾ ഷാനവാസ് ലക്ഷ്മിയെ ഓപ്പോസിറ്റ് ഇരുത്തി എന്തോ റോസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് ജിസേൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ബർ അതിന് കൂട്ടു നിൽക്കുന്നതും കാണുന്നുണ്ട്. അനിമോൾ വന്നു കഴിയുമ്പോഴാണ് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ഒരാൾ വരുന്നത്. അപ്പോൾ അത് ഈ ഒരു രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഷാനവാസിൻ്റെ വൈഫിന് എന്തിനാണ് ഇതിലേക്ക് എടുത്തിടുന്നത് എന്നുള്ളതാണ് ജിസേലിൻ്റെ ചോദ്യം. ആദില നൂറ അടക്കമുള്ള ആളുകളെ തൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആ ഷാനവാസ് തന്ത്രം അത് ലക്ഷ്മിക്കിട്ടും പുള്ളി പരീക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാരണം ഒനിയിലും അക്ബറും ഷാനവാസും കൂടി ഇരുന്ന് ഈ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ഒഴിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ കയ്യിൽ നിന്ന് തെറിച്ച് പോയതാണ്, അറിയാതെ പോയതാണെന്നുള്ള രീതിയിൽ. പക്ഷേ ലക്ഷ്മിയുടെ വിഷയം ആ കാര്യത്തിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ള ഭാഷ, എടി പൊടി എന്ന് വിളിക്കുന്നത്, ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത എന്ന് പറയുന്നൊരു പ്രയോഗം വരുന്നത്, ഇതൊക്കെ മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടാവും, അതൊക്കെ സഹിച്ചോണം എന്ന് ഷാനവാസ് പറയാണ്. ഇവിടെയാണ് ഷാനവാസ് ഈ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്നുള്ളത് പ്രകടമായി പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ആദിലയൊക്കെ പോലെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് ഇതിങ്ങനെ പറയുമ്പോൾ ഹിഹിന്ന് ചിരിച്ചു വിടുകയോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് മാറിയേക്കാം. പക്ഷേ ലക്ഷ്മി അവരുടെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് അതായിരുന്നു, ഈ പുരുഷന്മാരെ കണ്ടിട്ടില്ലാത്ത ആളുകളാണ് എന്നൊക്കെ പോലെയുള്ള പ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമങ്ങളെ ലക്ഷ്മി പ്രതിരോധിക്കും. ഈ ഒരു കാര്യം, അതായത് ആ വഴക്കിനിടയിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ ഇടയിൽ കയറി വന്നുകൊണ്ട് കിട്ടിയതല്ലേ, അതൊക്കെ അനുഭവിച്ചോ എന്ന് പറയുമ്പോൾ അതങ്ങനെ എല്ലാം അനുഭവിക്കേണ്ട സ്ത്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ എൻ്റെ മെക്കിട്ട് വെക്കണ്ട എന്നുള്ളതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലക്ഷ്മി അവിടുന്ന് പോകുന്നുണ്ട്. വീണ്ടും എടി പൊടി എന്ന് പറയുന്ന പാട്ട് ആരംഭിക്കുകയാണ്. ഇനി ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡാണുള്ളത്. ഈ ആഴ്ച നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് എന്നുള്ള നിലയ്ക്ക് ലാലേട്ടൻ ഈ വിഷയം ചിലപ്പോൾ സംസാരിച്ചേക്കാം, ചിലപ്പോൾ സംസാരിക്കാതിരുന്നേക്കാം. ഷാനവാസ് ഈ കാണിക്കുന്ന കാര്യത്തിന് വലിയൊരു ഹീറോ ഇമേജിൽ നോക്കി കാണുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ടാവും. പക്ഷേ ഇന്നത്തെ ആക്ച്വൽ ഹീറോസ് എന്ന് പറയുന്നത് തങ്ങളുടെ അവകാശം, തങ്ങൾക്ക് കിട്ടേണ്ട ബഹുമാനം അത് തന്നേ പറ്റൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ബഹുമാനം തരാതെ അവഹേളിക്കാനുള്ള അവകാശം തനിക്കില്ലടോ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ബിന്നിയും ലക്ഷ്മിയും അനിമോളും ഒക്കെയാണ്. പിന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാകുമ്പോൾ ഷാനവാസിൻ്റെ ഒരു സ്ഥിരം സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് പുള്ളി ഭയങ്കര നന്മയുള്ളൊരു മനുഷ്യനാവും, ഭയങ്കര അപ്പോളജൈസ് ചെയ്യുന്ന ഒരാളാവും. ഞാൻ ബിന്നിയോടും ലക്ഷ്മിയോടും ഒക്കെ കുറച്ച് മോശമായിട്ട് സംസാരിച്ചു പോയിട്ടുണ്ട്, അതിന് ഞാനിപ്പോൾ മാപ്പ് പറയാണ് എന്ന് പറഞ്ഞാൽ അതിനെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഷാനവാസൊക്കെ നമ്മൾ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ചിലപ്പം ഷാനവാസിൻ്റെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളൊരു നമ്പർ ഉണ്ട്. ആക്ച്വലി ഞാനും ബിന്നിയും തമ്മിൽ യാതൊരു പ്രശ്നമില്ല, ലക്ഷ്മി ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത്, അല്ലെങ്കിൽ ഞാനും ലക്ഷ്മിയും തമ്മിൽ ഇല്ലാതെ എന്ന പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ബിന്നി എടുത്തിട്ടുള്ളൊരു നമ്പറാണിത്. ഇനി ഇതൊന്നുമല്ല, അനീഷിന് മുള്ളമുട്ടിയതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായി പോയിട്ടുള്ളത്. ചിലപ്പോൾ ഒനിയിലും അക്ബറും കൂടി വന്നിട്ടാണ് ഞാൻ ലക്ഷ്മിയായിട്ട് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് അത് പ്രശ്നമാക്കിയത്. അങ്ങനെ ബാക്കിയുള്ളവരുടെ മെക്കിട്ട് കുറ്റം ചാരി രക്ഷപ്പെടുക എന്ന് പറയുന്ന ഏറ്റവും പുതിയ നമ്പർ ഷാനവാസ് ഇതിൽ ഇൻവെൻറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ലാലേട്ടൻ ഇതെങ്ങനെയൊക്കെ ഡീൽ ചെയ്താലും
ചിലപ്പോൾ ഡീൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ബുദ്ധിയുള്ള പ്രേക്ഷകൻ, ആത്മാഭിമാനവും ചിന്താശേഷിയും പണയം വെച്ചിട്ടില്ലാത്ത പ്രേക്ഷകർ തീർച്ചയായും മനസ്സിലാക്കും ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്തില്ലെങ്കിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇത്രയും കാലം പറഞ്ഞതിന് പുള്ളി പോലും ഒരു വില കൊടുക്കാത്തത് പോലെയാണ്. കാര്യം ആദ്യ ആഴ്ചകൾ മുതൽ അദ്ദേഹം പറയുന്നത് നല്ല ഭാഷ ഉപയോഗിക്കണം എന്നാണ്. ഇപ്പോൾ വഴക്കിനിടയിൽ അറിയാതെ എടി പൊടിയെന്ന് 1-2 വട്ടം വിളിച്ചു പോകുന്നത് പോലൊരു വിളിയല്ല ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ഇങ്ങനെ വിളിക്കൂ, ഇതിനപ്പുറം നിങ്ങൾ എന്നോട് റെസ്പെക്റ്റ് ചോദിക്കണ്ട, ഞാൻ തരില്ല, പെണ്ണുങ്ങൾ ഇത്രയൊക്കെ അർഹിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഏറ്റവും സ്ത്രീവിരുദ്ധ നിലപാടെടുത്തിട്ടുള്ള, ഞാൻ ആ ജയിലിലേക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഈ ബിഗ് ബോസ് ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ത്രീവിരുദ്ധൻ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അനീഷ് അതിനകത്ത് കിടപ്പുണ്ട്. അനീഷിൻ്റെ ഒരു സ്മാർട്ട് പ്ലേ ആയിരുന്നു. ആ സമയത്ത് അനീഷ് 2 പക്ഷവും പിടിക്കാതെ ഒരു പാവത്താൻ സംഭവമാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോയത്. നല്ലൊരു ഗെയിമായിട്ട് ഇറക്കിയതാണെങ്കിൽ നല്ലതാണ്. പിന്നെ ആ സിറ്റുവേഷൻ അയാൾ അവിടെ പെട്ടുപോകുന്നതാണ്. ഈ പറയുന്ന ഷാനവാസ് സൗഹൃദം എലമെൻ്റൊക്കെ ഉണ്ടാക്കി ഷാനവാസിനോട് ബഹളം വെച്ചുകൊണ്ടിരുന്നാലും ഈ ഡോറ് തുറക്കാൻ പോകുന്നില്ല. ഡോറ് തുറക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഷാനവാസ് അയയണം, അല്ലെങ്കിൽ ബിഗ് ബോസ് കനിയണം. അപ്പം അനീഷ് അതിനെ അങ്ങനെ ഡീൽ ചെയ്തു. പക്ഷേ ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എടി ബോഡിയെ വിളിക്കൂ എന്ന് പറയുന്ന ആ സ്റ്റാൻഡ്, അത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ഇതേ ചെയ്യൂ എന്നുള്ള പ്രഖ്യാപനമാണ്. ഇത് ചെയ്യരുത് എന്നാണ് ലാലേട്ടൻ ആദ്യ ആഴ്ചകൾ മുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്തിട്ടുള്ള ഒരാൾ, ഇത്രയും കണ്ടസ്റ്റൻസിന് പുല്ലുവില കൊടുത്തിട്ടുള്ള ഒരാൾ, അതിനുശേഷവും അവരെ അപമാനിക്കാൻ കോൺസ്റ്റൻ്റായ ശ്രമങ്ങൾ നടത്തുന്ന ഒരാൾ, ഇങ്ങനെ ഒരാളെ ലാലേട്ടൻ ഡീൽ ചെയ്യാതെ വിടുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച നെവിൻ്റെ വിഷയത്തിനെയൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഡീൽ ചെയ്തത്. പക്ഷേ അത് അങ്ങനെയും ഡീൽ ചെയ്യാം എന്ന് പറയുന്നൊരു മാതൃകയായിട്ടാണ് നമ്മളതിനെ കണ്ടത്. പക്ഷേ ഇനിയും ഷാനവാസിന് ആ ആനുകൂല്യം കൊടുക്കുന്നത് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ മോശം ബിഹേവിയേഴ്സ് കൂടുതൽ ശക്തമായി പുറത്തു വരാൻ ഒരു കാരണമാവും. അനീഷ് ഒരുപക്ഷെ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നതല്ലേ, ഈ കാര്യത്തിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഷാനവാസ് ഫ്രണ്ട് ആയതുകൊണ്ടാണോ ഇത് മുഴുവൻ കേട്ടോണ്ട് അവിടെ ഇരുന്നത് എന്ന് പറയുന്നൊരു ചോദ്യമൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നും. പക്ഷേ ഈ കാര്യം മുഴുവൻ കണ്ടതിന് ശേഷവും ഈ പറയുന്ന ലക്ഷ്മിയോടും ബിന്നിയോടും ഒക്കെ വളരെ മോശമായി സംസാരിക്കാനുള്ള ആർജവം കാണിച്ച അവിടെയുള്ള മറ്റ് പുരുഷന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറും ഒനിയിലും, അവർ കാണിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ, അവർ ഈ വിഷയത്തിനോട് പ്രതികരിച്ച രീതി വെച്ച് നോക്കുമ്പോൾ അനീഷ് സൈലൻ്റ് ആയിരുന്നല്ലോ. അതാണ് തമ്മിൽ ഭേദം എന്നാണ് പറയാൻ തോന്നുന്നത്. ഇന്നത്തെ ദിവസം സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷൻ ആയിരുന്നു. ആ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ആളെന്ന് പറയുന്നത് ആദിലയാണ്. അവിടെ മാത്രമാണ് എനിക്ക് ഈ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഇവരെന്താണ് ഇത്ര ബുദ്ധിശൂന്യമായി ചിന്തിക്കുന്നത് എന്ന് തോന്നിപ്പോയത്. കാരണം ജിസൈലിൻ്റെ ഗെയിം വളരെ വീക്കായിരിക്കുന്ന ഒരു സമയമാണ്. ആദില നൂറ എന്ന് പറയുന്ന അവരുടെ ഒറ്റ വോട്ട് ബാങ്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഒരാൾ സേഫ് ആയാൽ മറ്റേ ആൾക്ക് ഈ വോട്ടിൻ്റെ ആനുകൂല്യം മുഴുവൻ കിട്ടും. ഇവർ രണ്ടുപേരും ആസ് ഗെയിമേഴ്സ് വളരെ വീക്കായി നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒരു ഗെയിമും പറയാനില്ല നിൽക്കുന്ന ഒരു സമയമാണ്. ആദ്യം വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളൊക്കെ ഒരു കമ്പനി ആയതുകൊണ്ട്, ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അങ്ങനെ വന്നതാണെന്ന് വിചാരിക്കാം. പക്ഷേ പിന്നീട് വന്ന വോട്ടുകളും ആദിലേക്ക് പോകുമ്പോൾ ഇവർ ഈ ഗെയിമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ്. കാരണം ഇവിടെ നിലവിൽ വീക്കായിരിക്കുന്ന, ഔട്ടാകാൻ ചാൻസ് ഉള്ള ആളുകളെ സേഫ് ആക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് ഇവർ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷൻ നടത്തുമ്പോൾ ചെയ്തത്. ഈ ഗെയിമിനെ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ആൾ വോട്ടിംഗ് വരുന്ന ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു പക്ക ഫോക്കസ് ഉള്ള ഒരാൾ ഒരിക്കലും ആദിലെ ഈ ആഴ്ച ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ലായിരുന്നു. ജിസൈൽ മാത്രമാണ് ഇതിൽ എന്തെങ്കിലും മാറ്റിയൊരു വോട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഒരു വോട്ട് അക്ബറിന് കൊടുത്തതാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന നല്ല കണ്ടൻറ് ഉണ്ടാക്കിയേക്കാമേ, കോമഡി ഉണ്ടാക്കിയേക്കാമേ എന്നൊക്കെ പറയുന്നത് പോലത്തെ ചില ശ്രമങ്ങൾ ഷാനവാസും അനിമോളും തുടങ്ങി കുറേ ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. അത് എല്ലാ ദിവസത്തെയും പോലെ ഇന്നും കാണാനുണ്ട്. അതിലങ്ങനെ ഒരു ഭയങ്കര ത്രില്ലിങ്, ഒരു എനർജറ്റിക് സംഭവമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പ്ലെയറിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ സ്ത്രീകൾ അവർ നേരിടാവുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നേരിടേണ്ടി വന്നൊരു ദിവസമാണ്. അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കില്ല, അവരർഹിക്കുന്ന ഈ എടി ബോഡി എന്ന് വിളിക്കുന്നതും എടാ ബോടാന്ന് വിളിക്കുന്നതും എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കരുതെന്നേ, അത്രേ ഉള്ളൂ. ഇത് സിമ്പിൾ, തീർന്നു. അവരെ പേര് വിളിക്കുന്നതാണെങ്കിൽ പേര് വിളിക്കുക. നിങ്ങൾ മനുഷ്യനല്ലേ, നിങ്ങൾ രാജാവും വരെ തമ്പുരാനും ഒന്നും അല്ലല്ലോ. ഇപ്പോൾ പേര് വിളിക്കുക, ചേട്ടാ ചേച്ചിന്നോ അച്ഛ അമ്മയെന്നൊക്കെ വിളിക്കാൻ പറയുമ്പോൾ എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയാം. പക്ഷേ എടി ബോഡിയെന്നേ വിളിക്കൂ എന്ന് പറയുന്നത് അത് മറ്റേ സാധനമാണ്. അത് ചോദ്യം ചെയ്യപ്പെടണം, തിരുത്താൻ പറ്റൂല്ലെങ്കിൽ മാതൃകാപരമായി ശിക്ഷിക്കുകയും പിടിച്ച് പുറത്താക്കുകയും വേണം. നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ എന്തോ വലിയ ആനക്കാര്യമായിട്ട് കാണുന്ന ഒരു സെറ്റ് ഓഫ് പ്രേക്ഷകരുണ്ട്. അവരുടെ വോട്ടിൻ്റെ ബലത്തിൽ അവിടെ നിൽക്കാൻ പറ്റുമെന്ന് ഷാനവാസിന് നല്ല ഉറപ്പുണ്ട്. എന്നാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു അമർഷത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയി ഞാനിത് അനുഭവിച്ചിട്ടില്ല. മിനിമം റെസ്പെക്റ്റ് ആണ് മിനിമം റെസ്പെക്റ്റ്.
അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഇത്രയും കാലമൊക്കെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? പിന്നെ നമ്മൾ മുമ്പ് പല ദിവസങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇത് ഗെയിമാണ്, ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് ഓരോ കാര്യങ്ങളെയും വിലയിരുത്തേണ്ടതെന്ന്. പക്ഷേ 60-ാം ദിവസത്തിന് ഇപ്പുറം ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാം ഗെയിം സ്ട്രാറ്റജിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ലാലേട്ടൻ പറഞ്ഞ പോലെ ബുദ്ധിപരമായി ചിന്തിച്ചിട്ടാവുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.